പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഏറ്റവും വിവാദമാക്കിയ ജില്ലകളിലൊന്നാണ് ഇടുക്കി. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ അന്ന് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും CPM-ഉം കോൺഗ്രസിലെ ഒരു വിഭാഗവും ഒറ്റക്കെട്ടായി നിന്നു. പക്ഷേ മാധവ് ഗാഡ്ഗിലായിരുന്നു ശരിയെന്ന് തെളിയിക്കുന്ന ദിനങ്ങളാണ് ഇടുക്കി പിന്നീട് കണ്ടത്. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ആരാണ് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പ്രതിഷേധങ്ങൾ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോഴുള്ള മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകളാണിത്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് അനുയോജ്യമായ നിർദ്ദേശങ്ങൾ മുൻനിർത്തിയായിരുന്നു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ഇടുക്കിയിൽ വികസനം തടസ്സപ്പെടുമെന്നും ജനങ്ങളെ കുടിയൊഴിപ്പിക്കുമെന്നും പ്രചരണം നടന്നു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി രംഗത്തെത്തി. പിന്തുണയുമായി CPM-ഉം CPI-യും കോൺഗ്രസിലെ ഒരു വിഭാഗവും. പിന്നീട് അരങ്ങേറിയത് വലിയ സമര കോലാഹലങ്ങളും പ്രതിഷേധങ്ങളും. കുപ്രചരണങ്ങളിൽ വീണ ജനങ്ങൾ ഒന്നായി തെരുവിലിറങ്ങിയതോടെ സർക്കാർ റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കുന്നതിൽ നിന്ന് പിൻവാങ്ങി. മാധവ് ഗാഡ്ഗിലിനെ അനുകൂലിച്ചത് അന്നത്തെ ഇടുക്കി MP PT തോമസ് മാത്രം. കാലത്തിനിപ്പുറം മാധവ് ഗാഡ്ഗിൽ പ്രവചിച്ചതിന്റെ പരിണിതഫലം ഇടുക്കിയും അറിഞ്ഞു. 2018-19 വർഷത്തിലെ പ്രളയത്തിൽ ആരംഭിച്ച് വലിയ ആൾനാശമുണ്ടാക്കി പെട്ടിമുടി കൊക്കയാർ ദുരന്തങ്ങളും തുടർച്ചയായി ഇടുക്കിയെ കാർന്നു തിന്നുന്ന പ്രകൃതി ദുരന്തങ്ങളും ഇതിനുദാഹരണം. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയവർ പോലും പിന്നീട് മാധവ് ഗാഡ്ഗിലിന്റെ നിഗമനങ്ങൾ ശരിയെന്ന് അംഗീകരിച്ചു. പക്ഷേ പശ്ചിമഘട്ടം ഇപ്പോഴും നാശത്തിന്റെ വക്കിലാണ്. അനധികൃത ഖനനവും നിർമ്മാണ പ്രവർത്തനങ്ങളുമെല്ലാം പശ്ചിമഘട്ടത്തെ കൂടുതൽ അപകടകാരിയാക്കിയിരിക്കുന്നു. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയവർ തന്നെ പശ്ചിമഘട്ടത്തെ തകർക്കുന്നു. മാധവ് ഗാഡ്ഗിലിന്റെ നിഗമനങ്ങൾ ഇനിയും ഉൾക്കൊണ്ടില്ലെങ്കിൽ ഇടുക്കി കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാവാം. ജനം, ഇടുക്കി.